കണ്ണ് ഓപ്പറേഷൻ ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം വെള്ളം നനയ്ക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വുദു ചെയ്യാൻ സമയത്ത് ആ സ്ഥലത്ത് തയമമാണോ ചെയ്യേണ്ടത്, അതല്ല വെള്ളം വെച്ച് തടവേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണോപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വുദു ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തയമ്മം ചെയ്യാൻ പറ്റും എങ്കിൽ തയമ്മമാണ് ചെയ്യേണ്ടത്. അപ്പോ വെള്ളം കൊണ്ട് തടവാൻ പറ്റുന്നുണ്ട്, നല്ല ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് ആ ഭാഗത്ത് വെള്ളം കൊണ്ട് തടവാൻ പറ്റുന്നുണ്ടെങ്കിൽ തടവുക എന്ന പരിപാടി മഹാരഥന്മാരായ ഇമാം ഇറാഖി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് തടവൽ വെള്ളം കൊണ്ട് തന്നെയാണ്, തടവൽ മണ്ണ് കൊണ്ടല്ല എന്ന ഒരു ചർച്ച വളരെ സജീവമാണ്. ഏതായിരുന്നാലും വെള്ളം കൊണ്ട് അതിന്റെ മുകളിലൂടെ തടവാൻ പറ്റുന്നുണ്ടെങ്കിൽ തടവുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് മുഖം കഴുകുക എന്നൊരവസ്ഥയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാത്തതിന്റെ പേരിൽ നമ്മളൊരു തയമ്മം കൂടെ ചെയ്താൽ അത് വളരെ വിശേഷമായി തേമം നിർബന്ധമായി നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. കാരണം തേമം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, ഒരു പണിയും അതിനില്ല. നമ്മുടെ ഈ രണ്ട് കൈ നിലത്തടിച്ച്, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ അടിച്ച്, ഇപ്പൊ ഒരു കല്ലിന്റെ മുകളിലാണ്, ഭൂമിയിലെ കല്ലുമ്മലാണെങ്കിൽ പോലും ശരി, അതുമ്മൽ അടിച്ചിട്ട് നമ്മളുടെ മുൻകൈ ഇങ്ങനെ ഇടത് കൈ കൊണ്ട് വലത് കൈയിന്റെ പുറഭാഗം ഇങ്ങനെ തടവി, അതിന്റെ ഉള്ളും തടവി, പിന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ പുറഭാഗവും ഉള്ളും തടവി, പിന്നെ നമ്മുടെ മുഖം ഇങ്ങനെ ഒന്ന് തടകേണ്ട പണി മാത്രമേ തേമത്തിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സർജറികളും മറ്റുമൊക്കെ നടത്തുന്ന ആളുകൾ ആ വുളുവിന്റെ കാര്യത്തിൽ, കഴുകലിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ തയമം വളരെ എളുപ്പമുള്ളതാണ്, അത് നിർബന്ധമായും നമ്മൾ പതിവാക്കണം. നാളെ പാരത്രിക ലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ നമസ്കാരത്തെ കുറിച്ചാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഷർത്താണ്, ഡിമാൻഡാണ് ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അഅലം.